ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാവില്ല കേട്ടോ. അത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണതാണ് നല്ല ഒരു റവ ഉപ്പുമാവ്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. 1/2 കിലോ റവ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനകത്തൊരു അടി കട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് എന്തോ ഒഴിക്കട്ടോ. അത് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടാണ് പൊട്ടിച്ചെടുക്കുക. ആ കടുക് പൊട്ടി വരുമ്പോൾ അതിക്ക് കുനുകുന അരിഞ്ഞ് ഇഞ്ചി കണ്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു പച്ചമുളകും 2 അല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഉഴുന്ന് പരിപ്പ്, ഒരു 50 ഗ്രാം കാഷ്യൂനട്ട്, ഇതൊക്കെ ഓപ്ഷണലാട്ടാ, നിർബന്ധമില്ല ഇടണം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ഇട്ടാൽ. അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ അതിക്ക് ഒരു ചെറിയ സവാള, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതൊന്നുകൊണ്ട് ചെറിയ രീതിയിൽ വാട്ടിയെടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിക്കട്ടെ. ആദ്യമായിട്ട് ഉണ്ടാക്കണമല്ലാണെങ്കിൽ റവ അളന്നെടുത്തിട്ട് അതിന് വെള്ളം ഒഴിച്ചാൽ മതി. 1 കപ്പ് റവ ആണെങ്കിൽ 1 കപ്പ് വെള്ളം തന്നെ മതി കേട്ടോ. എന്നിട്ടേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെട്ടിത്തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത റവ ഇട്ടതാ, റോസ്റ്റഡ് റവയാണ്. എന്നിട്ട് അത് അതിലേക്ക് ഇട്ടിട്ട് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിട്ട്, അല്ലെങ്കിൽ ഒന്നിച്ച് കട്ട കുത്തി പോകും. എന്നിട്ട് അത് ഒന്നിച്ച് അങ്ങോട്ട് ആ വെള്ളം എത്താത്ത റവക്ക് അങ്ങോട്ട് നന്നായിട്ട് നനയണ രീതിയിലൊക്കെ ഉണ്ട് കുഴച്ചതിൻ്റെ ശേഷം മേലെ അങ്ങോട്ട് തേമ്പി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഈ നേരത്ത്. എന്നിട്ട് അതിൻ്റെ മൂടിയായിട്ട് അവിടെ മൂടി വെച്ചിട്ട് ഒരു 4 മിനിറ്റ് തികച്ചു വേണ്ട കേട്ടോ, ഒരു 3 മിനിറ്റ് മതി. എന്നിട്ട് അത് ഓഫാക്കിയതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ അങ്ങോട്ട് ഉടച്ചു കൊടുക്കുക. നല്ലൊരു ലൈറ്റ് കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാവും. എന്നിട്ട് ഇതങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുക. അപ്പോൾ സൂപ്പർ സാധനമാണ്, ഉണ്ടാക്കി നോക്കി.